ഇനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിങ്ങോട്ട് തീരുവാ. ഇന്ന് സമയം കുറെ പറക്കത്തുണ്ട്, വായിച്ചില്ല. മിക്റു മറളി അബീബക്കറിൻ റളിയല്ലാഹു അൻഹുവിന്റെ രോഗം എന്തായിരുന്നു? വഫാത്തു. വഫാത്തു അല്ലെ വഫാത്തിഹി എന്നും വായിക്കാം. മിക്റു മറളി. عن عبد الله بن عمر رضي الله عنهما قال كان سبب موت أبي بكر رضي الله عنه മൗത്തിന്റെ കാരണം എന്തായിരുന്നു? ഖമദൻ അലാ വഫാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഫാത്തായതിനുള്ള മനക്ലേശമായിരുന്നു. ഏറ്റവും വലിയ ഹബീബല്ലേ വേർപെട്ടത്. പക്ഷെ മറ്റുള്ളവർക്ക് സമാധാനിപ്പിച്ചു. ഇങ്ങനെ സലാം പറഞ്ഞ എന്റെ മന്ദപ്പുണ്ട് എന്ന് പറഞ്ഞു. ഫമാസാല ജിസ്മുഹു യജ്രി ഹത്താ മാത, അപ്പോൾ ശരീരം മെലിഞ്ഞ് 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 എല്ലാം ശോഷിച്ചു പോയി. അതാണ് ഒരു കാരണം. വനിബ്നി ഹിശാമിൻ അന്ന അബൂബക്കർ വഹാരിസ ബിൻ കൽദ കാനാ യഅകുലാനി ഹരീറത, അവർ രണ്ടാളും ഒരു ഹരീറ എന്ന് പറഞ്ഞാൽ നമ്മൾ അൽസാന്ന് വിചാരിച്ചോ, അങ്ങനത്തെ ഒരു ഭക്ഷണം ഉഹദിയത്തിന്റെ അബൂബക്കർ തങ്ങൾക്ക് ഹദിയ നൽകപ്പെട്ടതാണ്. അവർ രണ്ടാൾ കഴിക്കുന്നവര് ഒന്ന് സിദ്ദീഖ് സയ്യിദുന ഹാരിസ് കൽബ അല്ലേ. ഫഖാല ഹാരിസ് പറഞ്ഞില്ലേ അബൂബക്കർ തങ്ങളോട് ഇർഫയ ഖലീഫത റസൂലില്ല, ഇത് തിന്നണ്ട, കൈയെടുത്തു. എന്തുകൊണ്ട്? വല്ലാഹി ഇന്ന ഫിഹാ ലസുമ്മ സനത, ഒരു കൊല്ലത്തിലേക്കുള്ള സുമ്മ അതിന്റെ അകത്തുണ്ട്, കഴിക്കണ്ട. നമ്മൾ രണ്ടാളും 8 ദിവസം മരിക്കും ഈ ഭക്ഷണം കഴിച്ചാൽ. കൈ പിൻവലിച്ചു. രണ്ടാളും രോഗിയായി മാറി. ആ കൊല്ലം തീരുന്ന അവസരത്തിൽ രണ്ടാളും രോഗിയായി ഒരേ ദിവസം മരിച്ചു എന്നാണ് സംഘടിപ്പിച്ച്. രോഗത്തിന്റെ തുടക്കം എന്തായിരുന്നു? തണുത്തൊരു ദിവസം കുളിച്ച് അങ്ങനെ പനി വന്നിട്ട് 15 ദിവസം പനിച്ചടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗിയായപ്പോ ജനങ്ങള് സന്ദർശിക്കാൻ പോയി. അവർ പറഞ്ഞെന്താ? അലാ നദഉലക തബീബ്, തബീബിനെ വിളിക്കട്ടെ, ഡോക്ടറെ വിളിക്കട്ടെ. അപ്പൊ മൂപ്പരെന്താ തസ്ലീമിന്റെ മക്കാമിലാണ്. പണ്ട് അബ്ദുൽ മുസ്ലിയാർ കഥയൊക്കെ ഞാൻ കേട്ടിട്ടില്ലേ എന്നതുപോലെ. ഡോക്ടർ വന്ന് എന്നെ കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ നിർദ്ദേശിച്ചത്? ഞാൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും കേട്ടോ എന്നാ പറഞ്ഞത്. മൂപ്പർ തസ്ലീമിന്റെ അർത്ഥമില്ല ഇപ്പൊ ഉള്ളത്. وعن عبد الرحمن بن عبد الله بن ثابت رضي الله عنه قال لما حضر أبا بكر الصديق رضي الله عنه الموت حضراയപ്പോൾ ഉമർ തങ്ങളെ വിളിച്ചു. فقال له ഉമർ തങ്ങളോട് പറഞ്ഞു, യാ ഉമർ ഇത്തഖില്ലാഹ യാ ഉമർ, ഉമറെ അല്ലാഹു തഖ്വ ചെയ്യണമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു തഖ്വ ഇല്ല എന്നല്ല, ഉപദേശത്തിന്റെ ഒരു നിയമമാണ്. വഅലം അന്ന ലില്ലാഹി അമലൻ ബിന്നഹാർ ലാ യഖ്ബലുഹു ബില്ലൈൽ, അല്ലാഹു തആലക്ക് പകൽ സമയത്ത് കുറെ അമൽ ചെയ്യാനുണ്ട്, അത് രാത്രി ചെയ്താൽ സ്വീകരിക്കൂല, വക്ത് മാറ്റിയാലാവൂല. വഅമലൻ ബില്ലൈലി, രാത്രി കുറെ അമൽ കൊടുക്കാനുണ്ട്, ലാ യഖ്ബലുഹു ബിന്നഹാർ, അത് നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. വഇന്നഹു ലാ യഖ്ബലു നാഫിലതൻ ഹത്താ തുഅദ്ദിയ ഫരീലതഹു, ഫർളാക്കപ്പെട്ട കാര്യത്തിന് ആദ്യമായിട്ട് എന്താക്കണം? മുൻതൂക്കം കൊടുക്കണം. എന്നിട്ടോ അതിനുശേഷമേ നാഫിലത്തെ കബൂലാക്കുള്ളൂ. മുമ്പേ പറഞ്ഞല്ലോ ഫരീദത്ത് എന്താന്ന്? ശരീഅത്താണ്. തരീഖത്തിന്റെ അത് നാഫിലത്തല്ലേ മൊത്തത്തിൽ പറഞ്ഞാൽ. അതിന് പല വ്യാഖ്യാനം കേട്ട് കഴിഞ്ഞാൽ അപ്പുറം കേൾക്കാനില്ലാത്ത ചുറ്റുപാടായി. അപ്പൊ ശരീഅത്തെ വിട്ടിട്ട് തരീഖത്തില്ല. ഇശാ നെറ്റിച്ചിട്ട് നിർച്ചയിച്ചാൽ മതി. അതൊക്കെ മുജാഹിദോ, ഓ നീ എന്നാ തിരിഞ്ഞടാ, നീ തബ്ലീഗ് കൊണ്ടുവരാ, നിക്കാരം മാധ്യമം നേർച്ച പിഴ കഴിക്കാൻ എന്തായി പറഞ്ഞു. നേർച്ചക്കാരൻ നമ്മൾ കഴിച്ചിലാക്കുന്നു.
ഖിയാമത്ത് നാളിൽ ആരുടെയെങ്കിലും തുലാസിൽ കണം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തൂങ്ങിയത് എന്തുകൊണ്ടാണ്? അവരല്ലേ മുഖ്ലിഹീങ്ങള് ദുന്യാവിന്റെ നാട്ടിൽ വെച്ചിട്ട് ഹക്കിനെ അവർ പിൻപറ്റിയിരുന്നു. മീസാൻ എന്തായി? സക്കീലായി മാറി. അപ്പുറത്തേക്കാണ്. ഹക്ക് വെക്കപ്പെട്ട ഒരു മീസാൻ ഉണ്ടെങ്കിൽ അഞ്ഞക്കൂന സക്കീലൻ, സക്കീലാവൽ അതിന് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി ഖിയാമത്ത് നാളിൽ ആരുടെയെങ്കിലും തിനകത്ത് ഖഫീഫാണോ അത് ദുന്യാവിൽ ബാത്തിനെ ബിംബിച്ചതുകൊണ്ടാണ്. അപ്പൊ കനം കുറഞ്ഞ് ബാത്തിൽ വെക്കപ്പെട്ട ഏതൊരു മീസാനാലും കനം കുറയലാണ്. സ്വർഗത്തിന്റെ അധികാരെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്ത അമലിന്റെ ഏറ്റവും മെച്ചപ്പെട്ട അമല് കൊണ്ട് അല്ലാഹു തആല അവരെ മദഹായിട്ട് പറഞ്ഞു. അവരുടെ മോശമായ അമലിനെ അല്ലാഹു തആല എന്താക്കി? മാപ്പ് ചെയ്യുകയും ചെയ്തു. അല്ലേ? ഞാൻ അവരെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇന്നി ലാ ഖാഫു അല്ലാ ഉഹ്ലിക, അതിൽ ഞാൻ പെടാണ്ടായി പോകുമോ ഞാൻ പേടിക്കുന്നത്. ഇത് സ്വർഗാവകാശികളെ പറയുമ്പോൾ അതിൽ പെടാണ്ടായി പോകുമോ? നരകാവകാശികളെ അല്ലാഹു തആല പറയുമ്പോൾ അവരുടെ മോശമായ പ്രവർത്തനങ്ങളെ പറ്റി അല്ലാഹു പറയുകയും വറദ്ദ അലൈഹിം അഹ്സനഹു, അവർ ചെയ്ത അഹ്സന ഈമാനില്ലാത്തതുകൊണ്ട് എന്താക്കി? തള്ളുകയും ചെയ്തു. ഫൈദാ ദക്കറതുഹും, അവരെ പറ്റി പറയുമ്പോൾ ഖുൽതു, ഞാൻ പറയും ഇന്നി ലഅർജു അല്ല അകൂന മഅ ഹൗലായി, അക്കൂട്ടത്തിലാക്കല്ലേ എന്ന് ഞാൻ അല്ലാഹുവിന്റെ വക്കന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരബദ്ധം ഉണ്ടാക്കണം. അള്ളാഹിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നവനും പിന്നെ അദാബിൽ പേടിക്കുന്നവനുമാകണം. ലാ യതമന്ന അലല്ലാഹ്, അമലൊന്നും ചെയ്യാതെ അല്ലാഹു എനിക്കെന്തല്ലോ തരൂ എന്ന് തമന്നി പറഞ്ഞില്ലേ, അത് വെച്ച് പുലർത്തണ്ട. വലാ യഖനതു മിർ റഹ്മത്തില്ലാ, റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടാനും പാടില്ല. കേട്ടോ? എന്റെ വസയ്യത്ത് നിങ്ങൾ സ്വീകരിച്ച് പാഠമാക്കി വെച്ചാൽ മൗത്തിനേക്കാണ് എനിക്ക് പ്രിയങ്കരമായ ഒന്നും ഉണ്ടാവില്ല. ഹൈബല്ലേ വഹുവാത്തേക്ക് അത് വരുന്നുണ്ട്. എന്റെ വസയ്യത്ത് നിങ്ങൾ പാഴാക്കിയാൽ മൗത്തിനേക്കാൾ നിങ്ങൾക്ക് അപകടമായ ഒരു ഗായിബും വേറെ ഉണ്ടാവൂല. അതാണ് എന്നാ മൗത്തിനെ തൊട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയോ? അതില്ലെന്ന് ആ വസീയത്തടത്ത് കാലത്ത് മകളല്ലേ പറയുന്നത്, ലമ്മാ മരിദ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറദഹു അല്ലദീ മാത ഫീഹി, തങ്ങൾ വഫാത്തായ രോഗം വന്നപ്പോൾ ഖാല ഉൻദുറു മാദാ സാദ ഫീ മാലി മുൻദു ദഖൽതു ഫീ ഇമാറ, ഞാനൊരു അമീറായിട്ടുണ്ടല്ലോ അന്ന് മുതൽ എന്റെ മുതലെന്തെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഇതുണ്ടെങ്കിൽ എല്ലാം തിരിച്ചു കൊടുക്കണം. അതെന്റെതല്ല, സമുദായത്തിന്റെ സ്വത്താണ്. ഓരോ സൂക്ഷ്മത്തിന്റെ കടുപ്പം കണ്ട. ഞാൻ ഇമാറത്തിൽ പ്രവേശിച്ചത് മുതൽ എന്റെ മുതലെന്താ വർദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ശേഷം വരുന്ന ഖലീഫയിലേക്ക് അത് തിരിച്ചേൽപ്പിക്കണം എന്ന് വസിയത്ത് പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞ ആയിഷ ബീബിയ പറയുന്നു, നമ്മൾ നോക്കി ഫൈദ അബ്ദുൻ നൂബിയുൻ കാന യഅമലു സുബിയാൻ, ഓരോ കുട്ടികളെല്ലാം പരിപാലിക്കാനുള്ള ഒരു അബ്ദുണ്ട്. വൈദ നാദിഹും കാന യസ്കി ബുസ്താനല്ലഹു, ചെറിയ തോട്ടം നടക്കുന്ന ഒരു ചെറിയ ഒട്ടകമുണ്ട്, വെള്ളം താവുന്ന ഒട്ടകവുമുണ്ട്. ശേഷം ഖലീഫയാരാണ് ഉമറല്ലേ റളിയല്ലാഹു ഓറിലേക്ക് അത് അയച്ചു കൊടുത്തു. ഖാലത്ത്, എന്നിട്ട് ബേബി പറഞ്ഞു, ഫഅഖബറനി ജദ്ദി അന്ന ഉമർ റളിയല്ലാഹു അൻഹു ബക, ഇത് കണ്ടപ്പോൾ
ആര് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. വഖാല റഹ്മത്തുള്ളാഹി അലാ അബീ ബക്കർ ലഖദ് അതഅബ മിൻ ബഅദിഹി തഅബൻ ശദീദാ. ഇത് ഖിലാഫത്ത് ഏറ്റെടുത്ത മുതലും ഒരു സുഖം സമ്പത്ത് സമ്പാദിക്കാനോ ഒന്നിനും മെനക്കെട്ടിട്ടില്ല, വല്ലാത്ത തഅബായിരുന്നു. فأنها قالت لما حضر أبا بكر رضي الله عنه الوفاة جلس فتشهد. വഫാത്തായപ്പോൾ ആൾ ഇരുന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. ثم قال أما بعد يا بني, അയാളോട് ആയിഷ ബീബിനോടാ പറയുന്നത്, فإن أن أحب الناس غنى إلي بعدي أنت. ഗിനയാലി, ഗിന എന്ന സമ്പത്ത് എന്നെക്കൊള്ളതിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാരാണ്? അന്തി. അതായത് ഗിന ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മകളാണ്. വയന്ന അൽസന്നാസി അലയ്യ ഫഖറൻ ബഅദി അന്തി. ഫക്കീർത്തരം വന്നിട്ട് ഏറ്റവും ഇസ്സത്താകുന്ന ആളും നീ തന്നെയാണ്. ചുരുക്കത്തിൽ ഗിന വന്നാലും ഫഖർ വന്നാലും എന്റെ അടുക്കൽ പ്രിയപ്പെട്ടത്. വഇന്നി കുന്തു നഹൽതുകി ജിദാദ 20 വസക്കൻ, 20 വസക്ക് കൊയ്തെടുക്കുന്ന ഒന്ന് എനിക്ക് നൽകിയിട്ടുണ്ട്. എമിമാലി ഫവദിതു വല്ലാഹി അന്നക ഹുസ്തിഹി, അത് നീ ശേഖരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഇന്നമാ ഹുവ അഖവാകി വഖ്താകി, എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിയും ഉണ്ട്. നേരത്തെ മക്കളുണ്ട് നോക്കണേ. നമുക്ക് ഹയ്യയിൽ പെട്ടിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾക്ക് കശ്ഫുണ്ടായിരുന്നു എന്ന് വരാൻ പോകുന്ന സംഭവം കശ്ഫുണ്ടാകും എന്ന് പറഞ്ഞ് തെളിവായിച്ച് പറഞ്ഞില്ലേ. നോക്കുമ്പോ കാലത്ത് ആയിഷ ബീബി പറഞ്ഞു, ഫഖുൽതു ഹാദാനി അഖമായ, എനിക്ക് 2 സഹോദരൻ. ഉഖ്ത് 2 ആളാര്? ഫമൻ ഉഖ്തായ ഖാല ദൂ ബത്നി ഇബ്നി ഖാരിജത്ത്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹിജ്റ പോകുന്ന അവസരത്തിൽ ഇടയിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഉമ്മു കുൽസൂനെ പ്രസവം. അതെ. ഫഇന്നി അദുന്നു ജാരിയത്തൻ, ആ ഗർഭസ്ഥ ശിശുവായത് ജാരിയത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉൽഖിയ ഫീ റൂഇ അന്നഹാ ജാരിയത്തുൻ എന്നാണെന്ന് എനിക്ക് അള്ളാഹു ബോധിപ്പിച്ചിട്ടുണ്ട്. ഫബലത് ഉമ്മ കുൽസൂം. അപ്പൊ എന്തായി? ഗർഭസ്ഥ ശിശു പെണ്ണാണെന്ന് മനസ്സിലായി. അപ്പോ ഓഹരി എന്താക്കണോ അതുപോലെ ഓഹരി വെക്കേണ്ടി വരും. അവര് ഹയ്യന് എടുത്തൊന്നല്ല. وعنها قالت لما ثقل أبو بكر رضي الله عنه ചോദിക്കുന്ന അയ്യോ മിൻ ഹാദാ, ഏതാ ദിവസം മോളെ? قلنا يوم الاثنين, തിങ്കളാഴ്ച. قال فإني أرجو ما بيني وبين الليل, എൻ്റെ ഇടയിലും രാത്രിൻ്റെയും ഇടയിലുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ദിവസം തീരൂല. قالت وكان عليه ثوب عليه رضع من مسك فقال, എന്നിട്ടോ ഒരു വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞ് ഇദാ അന മിത്തു ഫഗ്സിലു തൗബി ഹാദാ, ഞാൻ മരിച്ചാൽ ഈ വസ്ത്രം നല്ലോണം അലക്കുക. വളമ്മു ഇലൈഹി തൗബൈനി ജദീദൈനി, പുതിയ 2 വസ്ത്രം കൊടുത്തി കൂട്ടുക. വകഫനുനി ഫീ സലാസത്തി അസ്വാബ്, 3 വസ്ത്രങ്ങൾ. ഫഖുൽനാ, അപ്പം അമ്മ പറഞ്ഞ പഴയത് എന്തിനാന്ന്, എല്ലാം പുതിയതായി കൂടെ അല്ലേ? അഫലാ നജ്ഹൽഹാ ജൂദദൻ കുല്ലുഹാ. قال لا പറ്റൂല, ഇന്നമാ ലിൽ മഹ്ല. ഫമാത, അപ്പൊ എന്താക്കുന്ന 2 പുതിയതും ഈ ഒരു പഴയത് അലക്കിയത്. മഹലിൽ ഓതിയിട്ടുണ്ടായിരുന്നു. മഹലിൽ ഓതി ഓർമ്മയില്ല. അപ്പം മഹലീതമെല്ലാം ഓതിയിട്ടില്ല, അജ്വലി ഓതിയിട്ടില്ല. അതായത് പഴയതാ നല്ലതെന്നല്ല അവിടെ പറഞ്ഞത്. പക്ഷെ തല്ലിട്ട് നോക്കണേ. പള്ളിയിൽ സൗകര്യമുണ്ടെങ്കിൽ വൈദ്യസ്കാരത്തിന് സാധാരണ സപ്പ് പോലെ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് തല്ല് കിട്ടാതെ അന്ന് രക്ഷപ്പെടുത്തിയത്. ഇത്ര കാലം നിന്ന് മാറ്റി പറയും നീ ആരടാന്ന് വെച്ചിട്ട് അസുഖയോളം ഒച്ചപ്പാടുണ്ട് പള്ളിയിൽ. ഇങ്ങനെ നിൽക്കണം പള്ളിയിൽ സ്ഥലമുണ്ടെങ്കിൽ. നമ്മളെ കത്തി പറഞ്ഞപ്പോ ഇവിടെ ഒന്നുമില്ല. അപ്പൊ ചെറുക്കടക്കാരന് പിന്നെ അന്നുള്ള കൂട്ടാരെല്ലാം മനസ്സിലായി. ഇമാം പറഞ്ഞ പോലെ പള്ളി ചുരുളിടത്തോളം പമാത്ത ലൈലത്തെ സലാസാണ്. അപ്പൊ തിങ്കളാഴ്ച എനിക്ക് എന്റെ അടുത്ത് രാത്രിയും എന്റെ അടിയിൽ അപ്പം വഫാത്തായി. അഖ്റജഹുൽ ഇമാമുൽ ബുഖാരി. ഖാല അഹ്ലു സിയരി തൂഫിയ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ലൈലത്തെ സലാസായി ബൈനൽ മഗ്രിബി വൽ ഇശാ. ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് വഫാത്ത്. 8 ലയാലി ബഖീന മിൻ ജുമാദൽ ആഖിർ.
ജുമാഅത്തുൽ ആഖിറയിൽ ഇനി 8 രാത്രി ബാക്കിയുണ്ട്. അപ്പൊ അത് 22 ഇല്ല. സനത 13 മിനൽ ഹിജ്റയുടെ 13-ാം കൊല്ലം. അന്നത്ര വയസ്സ് ഇബ്നു 63 വയസ്സാണ്. മൂപ്പറ ഭാര്യ അസ്മാ ബീബി കുളിപ്പിക്കണമെന്ന് വസിയത്തുണ്ടായിരുന്നു. തങ്ങളെ അടുത്ത് തന്നെ മറമാടണമെന്ന് വസിയത്തുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ മകൻ അബ്ദുറഹ്മാനും ബാക്കി റാഷിദീങ്ങളുണ്ട്. പിന്നാരുണ്ട്? അശ്റത്തുൽ മുബശ്ശരിൽപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു അൻഹു അവരൊക്കെയാണ് ഖബറിലിറങ്ങിയത്. റഹിമഹുല്ലാഹു തആല വറളിയല്ലാഹു അൻഹു വറളാഹു അന്നാ وحشرنا في زمرته وأماتنا على سنته ومحبته آمين يا رب العالمين. ഇനി ഉമർ തങ്ങളെ പറ്റിയാണ് ചുരുക്കത്തിൽ പറയുന്നത്. സിഫത്തു സഫ ഒന്ന് കുറഞ്ഞു പോയി എന്ന് ആര് പറയുന്ന മജ്മുഅൽ അഹ്ബാബ് ഇസ്തഖല്ല സിഫത്തു സഫവ സകല നന്നാലി പറഞ്ഞത് കുറഞ്ഞു പോയി, കുറച്ചും കൂടെ പറയാൻ ബാക്കിയുണ്ട്. അത് അബോനായ്മ പറഞ്ഞത് കുറച്ച് ഏറിയിട്ടും പോയി. അതുകൊണ്ട് ഞാനെന്താക്കും, നടുക്ക് നിൽക്കുന്നു. കുറേ കാലമായി പറയുന്നത് ഒന്നുമില്ലാണ്ട് നമ്മളെ